ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ആൾറെഡി തന്നെ ഇങ്ങനെ വീഡിയോ പെട്ടെന്ന് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഒരു സെൽഫി വീഡിയോ ഒക്കെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രിപ്ട്രീവ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും സിഷ്കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി ഞാൻ 2 മാസം മുമ്പ് ഒരു റിവ്യൂ വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെ ഡീറ്റെയിൽ ആണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇവർ അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് എടുക്കാൻ പോവുക എന്നുള്ളൊരു കാര്യം ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ പുതിയൊരു പേരിലേക്ക് കൊണ്ടുവരും, അവരൊരു ബ്ലോക്ക് ചെയിൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലോക്ക് ചെയിൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. എനിക്കറിയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇതിൽ ആൾക്കാർ പറ്റിക്കപ്പെട്ടു. നമ്മുടെ ആൾറെഡി ആ വീഡിയോയിൽ തന്നെ ഒരുപാട് ആൾക്കാർ എന്താണ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ 1.5 ലക്ഷം പോയി, എൻ്റെ എത്ര പൈസ പോയി, ആ പൈസ പോയി, എല്ലാ പൈസ പോയി എന്നുള്ളവരുണ്ട്. ചിലവർ ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ കുറേ പേര് വന്ന് പറയുകയാണ് എൻ്റെ അടുത്ത്, എനിക്കിതിൽ ഇൻകം കിട്ടുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇതിൽ ഇൻകം കിട്ടുന്നുണ്ട് ബ്രോ. അപ്പോൾ അങ്ങനെ അതാവുമ്പോൾ അത് റിയൽ അല്ലേ, എങ്ങനെയാണ് ഇൻകം കിട്ടുന്നത്? ഇതെല്ലാം ഒരു പോക്സി സ്കീമാണ്, ഇതൊക്കെ ഒരു പിരമിഡ് സ്കീമാണ്. നിങ്ങളുടെ അടുത്ത് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് പോക്സി സ്കീമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ആൾറെഡി തന്നെ നമ്മൾ മേലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരാളെ ചേർത്തുന്നു. ആ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ താഴെ ചേർത്ത് നിങ്ങൾക്ക് ഡെയിലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ പൈസയും നിങ്ങൾ ഇട്ട പൈസ അല്ലെങ്കിൽ താഴെ ചേരുന്നതിൻ്റെ പൈസ നിങ്ങൾക്ക് അതിലൊരു പേഴ്സൻറ്റേജ് ആണ് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ ഇതിൽ 1 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏണിങ് ചെയ്യുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഏണിങ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നവർ, നിങ്ങൾ 1 ലക്ഷം രൂപ ഇട്ടിട്ട് അത് സ്പ്ലിറ്റായി തരുന്നതാണോ നിങ്ങൾ ഏണിങ് എന്ന് പറയുന്നതൊക്കെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടും ആൾക്കാർ എന്താണ് ഇതിലിപ്പോഴും വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ക്രിപ്ട്രീവ പോയ ഒരു സമയത്ത് ഇപ്പോൾ ട്രീവി ആയിട്ട് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് തന്നെ ഒന്ന് ആലോചിച്ചോ. ഞാൻ ഇപ്പോൾ ഇവിടെ പാലക്കാടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പുതുക്കോട് അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫ്രം തമിഴ്നാട് നിന്നൊക്കെയാണ് വന്നിട്ട് പറയുന്നത് നല്ല പ്രൊജക്റ്റാണ്, ഇല്ലെങ്കിൽ ഒരുപാട് ദുബായിലെ ആൾക്കാരൊക്കെ ഇതിൽ പൈസ ആക്കുന്നുണ്ട്. എൻ്റെ ഈ മേലെയുള്ള സാറ് ഇപ്പോൾ BMW വന്ന് ഇറങ്ങിയിട്ട് നിങ്ങളൊരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ BMW വന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അതേപോലെ ഇറങ്ങണ്ടേ? നിങ്ങൾ വെറും ഇങ്ങനെ ഇരുന്നിട്ട് സാധാരണ ജോലിയും ചെയ്ത് മാസ ശമ്പളം മേടിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഒരുപാട് പറയുന്നത്. അവർ പറയുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ടേ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രീവിലും സാവിക്കിലും അതേപോലെ തന്നെ ഈ ഒരു ക്രിപ്ട്രീവ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിലൊക്കെ പറ്റിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കമൻറ്റ് ഇടുക. നമുക്കിതിൻ്റെ ഫുൾ വീഡിയോ, ഇപ്പോൾ ഈ സാവിക്ക് ആപ്പ് വന്നിട്ടുണ്ട്, ഒരുപാട് അതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പറ്റിയിട്ടൊരു വീഡിയോ എനിക്ക് നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടോ അതിനനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിൽ പൈസ ഇടരുത്. ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടില്ല, നിങ്ങളുടെ പൈസയൊക്കെ ലോക്കായി കഴിയും. അവർ പുതിയ പദ്ധതികൾ കൊണ്ടുവരും. ഈ ഒരു ക്രിപ്ട്രീവയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർ അവിടെ മൊത്തം ഭയങ്കര ലാഗായി പുതിയ പദ്ധതികൾ വരും എന്ന് പറഞ്ഞിട്ട് ആ പൈസയൊക്കെ പോയി കണ്ടിട്ട് ഇവർ ട്രീവ കൊണ്ടുവരുമ്പോൾ ഇവർ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് അറിയില്ല. നിങ്ങൾ ഇതിലിപ്പോൾ പൈസ ഇട്ട് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആൾറെഡി തന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് നിങ്ങളെ പോലെ എല്ലാ മലയാളീസിനെ പോലെ കോടീശ്വരനാവണം എന്ന് പറഞ്ഞിട്ട് പൈസ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് നിങ്ങൾക്കെങ്കിലും ഞാൻ കുറേ തെറ്റ് ചെയ്തു, അപ്പോൾ ആ തെറ്റ് നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ളൊരു വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റിൽ ബാധിക്കപ്പെട്ടവർ ഇല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കമൻറ്റിൽ താഴെ ഇടുക. ഞാൻ തീർച്ചയായിട്ടും യൂട്യൂബിൽ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ നോക്കുക. ഇതൊക്കെ പോക്സി സ്കീമാണ്, കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടൂല എന്നുള്ളൊരു കാര്യം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.